വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാവരെയും ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഇറ്റ് ഈസ് മൈ ഓണർ ടു വെൽക്കം യു ഓൾ ടു എ ന്യൂ എപ്പിസോഡ്. കർത്താവ് ഇന്ന് നമ്മളോട് സംസാരിക്കാൻ പോവുകയാണ്. കർത്താവ് ഇന്ന് നമ്മളോട് ചില കാര്യങ്ങൾ നമ്മളെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. കർത്താവിൻ്റെ പ്രസൻസ് നമ്മളെ സറൗണ്ട് ചെയ്യാൻ പോവുകയാണ്. അതിനെല്ലാം നമുക്ക് തയ്യാറെടുക്കാം. അപ്പോൾ തന്നെ ലോകമെമ്പാടുമുള്ള ബ്ലെസ്സിങ് ടുഡേ ഫാമിലി ഞാൻ ഈ സമയത്ത് വെൽക്കം ചെയ്യുന്നു. ബ്ലെസ്സിങ് ടുഡേ ഫാമിലി ഈ സമയത്ത് ലൈവ് ചാറ്റിൽ നിങ്ങൾ ഒന്ന് ഹലോ പറയുക, പ്രേസിലോട് പറയുക, നിങ്ങൾ എവിടെ നിന്നാണ് ജോയിൻ ചെയ്യുന്നത് മെൻഷൻ ചെയ്യുക. വി വുഡ് ലവ് ടു നോ. വി ബിലീവ് ഗോഡ്സ് പ്രസൻസ് ഇസ് വിത്തിൻ അസ് ആൻഡ് ഹിസ് ജസ്റ്റ് യുണൈറ്റിംഗ് അസ് എസ് വൺ ബോഡി. നമ്മൾ ഒരു ശരീരമായ കർത്താവ് നമ്മളെ യുണൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. സോ നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസറിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കൊരു കീ സ്പോൺസറാണുള്ളത്. അങ്ങ് തിരുവനന്തപുരത്തിൽ നിന്ന് ഒരു വെൽവിഷറാണ് ഉള്ളത്. നമുക്കൊരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഈ വെൽവിഷറും കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലുള്ള എല്ലാവരും ആത്മീകമായും ഭൗതികമായും അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, താങ്ക് യു ജീസസ്. ഇവർ പ്രാർത്ഥനാ വിഷയമായി എഴുതിയിരിക്കുന്ന പല കാര്യങ്ങൾ, നോട്ട്ബുക്കിൽ എഴുതിയിരിക്കുന്ന പല കാര്യങ്ങളെയും അതിൻ്റെ മേൽ മറുപടികൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീകമായ ഈ കുടുംബം വളരട്ടെ കർത്താവെ. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ ഈ കുടുംബത്തിൻ്റെ മേൽ ഉള്ളതിനാൽ നന്ദി പറയുന്നു. ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. Amen, amen. Thank you, dear sponsor, for making today's episode possible. ഇന്നത്തെ എപ്പിസോഡ് സാധ്യമാക്കിയ സ്പോൺസറിന് സ്പെഷ്യലി നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് ഇനി വചന സന്ദേശത്തിലേക്ക് കടക്കാം. സോ ഐ വോണ്ട് വെൽക്കം ഓൾ ഓഫ് യു. മറക്കരുത്, നാളെ വൈകുന്നേരം നമുക്ക് സ്പെഷ്യൽ ഹാർട്ട് ടു ഹാർട്ട് സെഷൻ ഉണ്ടായിരിക്കും. ഇതേ ബ്ലെസ്സിങ് ടുഡേ യൂട്യൂബിലും ഫേസ്ബുക്കിലൂടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ തന്നെ സൂമിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ തന്നെ ഈ സൺഡേ നമുക്ക് സ്പെഷ്യൽ ഞായറാഴ്ച ആരാധന ഉണ്ടായിരിക്കും. അതിലേക്കും നമുക്ക് എല്ലാവരും വെൽക്കം ചെയ്യുന്നു. ഹോളി സ്പിരിറ്റിൻ്റെ വലിയ മൂവ്മെൻറ്റ് നമ്മൾ കാണാൻ പോവുകയാണ്. ആമേൻ. ഓവർ ടു പാസ്റ്റർ. വെൽക്കം ബാക്ക്. നമുക്ക് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം തുടരാം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് 12 മുതലുള്ള ഭാഗങ്ങളാണ്. നമുക്കൊന്ന് ആദ്യം വായിക്കാം. വേഴ്സ് നമ്പർ 12. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നു മുൻപിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക. വല്ലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക. ഇവിടെ ഒരുപക്ഷെ ലോകചരിത്രത്തിൽ ഭയങ്കരമായി മനുഷ്യരെ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള, ലീഡർഷിപ്പ് ട്രെയിനിങ്ങിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള, ആളുകളെ മെൻറ്റർ ചെയ്യാൻ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള, ആളുകളെ മുന്നിലേക്ക് ഉന്തിവിടാൻ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള പൗലോസിൻ്റെ വരികളാണ് നമ്മൾ ഈ വായിച്ചത്. ഇതിൻ്റെ അകത്ത് തീയുണ്ട്, ഇതിൻ്റെ അകത്ത് ജീവനുണ്ട്, ഇതിൻ്റെ അകത്ത് സ്പീഡുണ്ട്, ഇതിൻ്റെ അകത്ത് എക്സലറേഷനുണ്ട്, ഇതിൻ്റെ അകത്ത് അച്ചീവ്മെൻ്റ് ഉണ്ട്, അക്കോംപ്ലിഷ്മെൻ്റ് ഉണ്ട്. ഇതെല്ലാം ഈ വരികളിലുണ്ട്. വളരെ ശക്തമാണ്. ഈ ഒരൊറ്റ ഭാഗം കൊണ്ട് തന്നെ ഒരു മാസം ഓടിക്കാം. അത്രയും മെറ്റീരിയൽ അതിനകത്തുണ്ട്. പക്ഷേ ഞാൻ ഇന്ന് തന്നെ ഈ ഭാഗം കംപ്രസ് ചെയ്ത് ഒരു കംപ്രസ്ഡ് ഫയലായിട്ട് തരാൻ പോവാം. അവിടെ 12-ാമത്തെ വചനം ഇംഗ്ലീഷിൽ കാണുന്ന ഇങ്ങനെ, നോട്ട് ദാറ്റ് ഐ ഹാവ് ഓൾറെഡി അറ്റൈൻഡ് ഓൾ ദിസ് ഓർ ഹാവ് ഓൾറെഡി ബീൻ പെർഫെക്റ്റ്, already been made perfect, but I press on to take hold of that for which Christ Jesus took hold of me. Verse number 13. Brothers, I do not consider myself yet to have taken hold of it, but one thing I do, forgetting what is behind and straining toward what is ahead, I press on toward the goal to win the prize for which God has called me heavenward in Christ Jesus. Verse number 15 says, all of us who are mature should take
such a view of things. And if on some point you think differently, that too God will make clear to you. Only let us live up to what we have already attained. ഈ ഭാഗം ഈ പഴയ കാര്യങ്ങളെ പിടിച്ച് കടിച്ച് തൂങ്ങിക്കിടക്കാതെ ദൈവം മുന്നിൽ വെച്ചിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് പോകണമെന്നാണ് പൗലോസ് പറയുന്നതിൻ്റെ സാരം. പൗലോസ് തൻ്റെ കാര്യം എഴുതി വെച്ചു, നമ്മൾ നമ്മുടെ കാര്യം തീരുമാനിക്കണം. സഹോദരങ്ങളെ, ഞാൻ പറയുകയാണ്, കേൾക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും സ്റ്റക്കായി കിടക്കുവാണോ? ലൈഫിൽ മുന്നോട്ട് പോകാതെ നിന്ന സ്ഥലത്ത് തന്നെ പ്ലേറ്റോ ചെയ്ത് ഒട്ടും മുന്നിലേക്ക് പോകാൻ പറ്റാതെയൊക്കെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കേട്ടോ. ഒരിക്കൽ ഒരു മാരത്തോൺ ഓടുന്ന ഒരാൾ, മാരത്തോൺ റണ്ണർ, അദ്ദേഹം ഒരു ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടും മറ്റുള്ളവരെ ഒന്നുകൂടി ഉത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടും കൂടി ഒരു പരിപാടി ചെയ്തു. ഒരു ബാക്ക് പാക്ക് എടുത്ത്, അറിയാമല്ലോ ബാഗ് എടുത്തിട്ട്, പുറകിലിടുന്ന ബാഗ് എടുത്തിട്ട് അതിൽ കുറേ ഇഷ്ടികകൾ നിറച്ചു. എന്നിട്ട് ബാക്കിൽ വെച്ചിട്ട് മാരത്തൺ ഓടുന്ന കൂട്ടത്തിൽ അയാൾ ഓടി. വേറെ ഒന്നുമല്ല, ഓട്ടം തികച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിന് പ്രസ് റിപ്പോർട്ടേഴ്സും ക്യാമറമാനും എല്ലാം കൂടി വന്ന് ഇൻ്റർവ്യൂ നടക്കും. അപ്പം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ഇത്രയും ഭാരിച്ച ചൂടുമായി മാരത്തൺ പൂർത്തിയാക്കി എന്നുള്ള റെക്കോർഡോ ഇൻസ്പിറേഷനൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. സംഭവിച്ചത് 5 മൈൽ കഴിഞ്ഞപ്പോൾ ആൾ താഴെ വീണു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഐ തോട്ട് ക്യാരിങ് വെയിറ്റ് വുഡ് ഹെൽപ്പ് മീ മേക്ക് എ സ്റ്റേറ്റ്മെൻറ്റ്. ഓൾ ഇറ്റ് ഡിഡ് വാസ് സ്ലോ മീ ഡൗൺ. ഞാൻ വിചാരിച്ചു ഇതെല്ലാം കഴിഞ്ഞൊരു പ്രസ്താവനയ്ക്ക് ഇറക്കാം. പക്ഷേ ആകപ്പാടെ സംഭവിച്ചത് എന്താണ്? ഈ ബാക്ക് പാക്ക്, ഈ മുതുകിലെ ഭാരം, പുറകിലെ ഭാരം എന്നെ വല്ലാതെ പതുക്കെ ആക്കി കളഞ്ഞു. സ്പീഡ് എടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ആക്കി കളഞ്ഞു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പാസ്റ്റ് ലൈഫിലെ ഗിൽറ്റ്, പ്രൈഡ്, പെയിൻ, വെയിറ്റ്, സിൻ എന്തൊക്കെയുണ്ടോ, ഇതൊന്നും കൊണ്ട് നമുക്ക് മുന്നിലേക്ക് പോകാൻ ഒരിക്കലും സാധ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ വാട്ട് ഈസ് ദ റൈറ്റ് ആറ്റിറ്റ്യൂഡ് ഓഫ് എ ഗുഡ് ബിലീവർ? നല്ലൊരു വിശ്വാസിയാണെങ്കിൽ നല്ല ഒരു മനോഭാവം എങ്ങനെയായിരിക്കണം? ഇത്രയേ ഉള്ളൂ. ഈവൻ ദോ വി ഹാവ് റിസീവ്ഡ് ഇറ്റേണൽ സാൽവേഷൻ, വി ആർ ഓൺലി ഗോയിങ് ടു ഇറ്റ്സ് കൺസ്യൂമേഷൻ. നമുക്കെല്ലാം നിത്യരക്ഷ കർത്താവ് തന്നു, നമ്മുടെ അകത്ത് സ്വന്തമായിട്ട് തന്നിട്ടുണ്ട്. പക്ഷേ നമ്മളെല്ലാവരും അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് പോകുന്നതേ ഉള്ളൂ. മുഴുവനായും അത് നമ്മുടെ കയ്യിൽ വന്നിട്ടില്ല, തുടക്കമിട്ടിട്ടേ ഉള്ളൂ. ദ ജേർണി ഓഫ് സാൽവേഷൻ എന്നൊക്കെയുള്ള മെസ്സേജുകൾ നിങ്ങൾ കേട്ട് കാണില്ല, യൂട്യൂബിൽ തന്നെ കിടപ്പുണ്ട്. ദ ജേർണി ഓഫ് സാൽവേഷൻ, രക്ഷായാത്ര എന്നോ അങ്ങനെ എന്തോ ആണ് ആ ടൈറ്റിൽ. അതൊക്കെ യൂട്യൂബിൽ കാണും, ഒന്നെടുത്ത് കാണണം. എങ്ങനെയാണ് ദൈവം രക്ഷയെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി വി ആർ പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നമ്മളെല്ലാവരും പൂർണ്ണരാണ്, ക്രിസ്തുവിൽ നമ്മൾ തികഞ്ഞവരാണ്. ബട്ട് പെർഫെക്ഷൻ ഹാസ് ടു മാനിഫെസ്റ്റ് ഇൻ അസ്. എന്നാൽ ആ ക്രിസ്തുവിൽ ആത്മാവിലെത്തിയിട്ടുള്ള സമ്പൂർണ്ണത മറ്റു മേഖലകളിലേക്ക്, അല്ലെങ്കിൽ മാനസിക ശാരീരിക മേഖലകളിലേക്ക് മെല്ലെ മെല്ലെ ആയി വരണം. അവർ മൈൻഡ് ഈസ് നോട്ട് പെർഫെക്റ്റ്. എല്ലാവർക്കും അറിയാലോ, നമ്മുടെ മനസ്സ്, മനുഷ്യ മനസ്സ്, രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെട്ട് ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞാൽ പോലും നമ്മുടെ മൈൻഡ് ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ടില്ല. വി ആർ യൂസിങ് ഓൺലി 1% ഓഫ് അവർ മെൻ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. മൊത്തത്തിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ള മനസ്സിൻ്റെ കഴിവിൻ്റെ വളരെ നെഗ്ലിജിബിളായിട്ടുള്ള ഒരു ഭാഗം മാത്രമേ മനസ്സ് പോലും നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ എന്ന് പറയപ്പെടുന്നു. നമ്മുടെ ശരീരം പെർഫെക്റ്റ് ആണോ? നെവർ. കാരണം ഹ്യൂമൻ ലൈഫ് ഓൺ എർത്ത് ഈസ് നെവർ പെർഫെക്റ്റ്. ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും പൂർണ്ണതയുള്ളൊരു ജീവിതം ജീവിക്കാൻ സാധ്യമല്ല. ബിക്കോസ് വി ആർ ലിവിങ് ഇൻ ആൻ ഇംപെർഫെക്റ്റ് വേൾഡ്. പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വി ആർ ഓൺലി ഗ്രോയിങ് ഇൻ ടു പെർഫെക്ഷൻ. അതിലേക്ക് നമ്മൾ പോകുന്നേ ഉള്ളൂ. ഇൻ അതർ വേർഡ്സ് വി ക്യാൻ പുട്ട് ഇറ്റ് ലൈക്ക് ദിസ്: വി ആർ സേവ്ഡ് ഫോർ പെർഫെക്ഷൻ. സമ്പൂർണ്ണതയ്ക്ക് വേണ്ടി നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതൊന്ന് ടൈപ്പ് ചെയ്തിടാമോ കമൻറ്റ് സെക്ഷനിൽ? എവിടെയെങ്കിലുമൊക്കെ കുറിച്ച് വെക്കാം. ബൈ ദ വേ, എല്ലാവരും എഴുതി വെക്കുന്നുണ്ടോ? പറയുന്ന പ്രധാന കാര്യങ്ങൾ കുറിച്ച് വെക്കണം, നോട്ട് ബുക്കുകൾ അടുക്കി വെക്കണം. പിന്നീട് ഇതെല്ലാം എടുത്ത് വായിക്കാനും പഠിക്കാനും ധ്യാനിക്കാനും
കറേജോടുകൂടി മുന്നിലേക്ക് പോകാനും ഒക്കെ കർത്താവ് നമ്മളെ സഹായിക്കും. എ ബിലീവർ ഷുഡ് നെവർ സിറ്റ് ഐഡിൽ ഓർ ലേസി ഓർ വേസ്റ്റ് ടൈം. ഒരു വിശ്വാസി ഒരു ദിവസം പോലും ചുമ്മാ ഇരുന്ന് അലസമായിരുന്ന് ഉദാസീനമായിരുന്ന് ഒരിക്കലും ജീവിതം കളയരുതെന്ന് കേട്ടായിരുന്നോ? നിങ്ങൾ വീണ്ടും ജനിച്ചൊരു വിശ്വാസിയാണ്, ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ, മുന്നിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരു ദിവസം പോലും പാഴാക്കരുത്. ഗുണകരമായി നിത്യതയിലേക്ക് നിലനിൽക്കുന്ന എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കണം. കംപ്ലേസൻസി ഈസ് എ ഗ്രേറ്റ് എനിമി ടു സ്പിരിച്വൽ ഗ്രോത്ത്. എങ്ങനെയാണ് പറയേണ്ടത്? ആത്മീയ വളർച്ചയുടെ ഒരു വലിയ ശത്രുവാണ് തൃപ്തി അടയുന്ന അനുഭവം. എനിക്ക് തൃപ്തിയായി എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് എല്ലാം തീർന്നു. ഹങ്കർ ഈസ് വാട്ട് വി നീഡ് ഫോർ ഗ്രോത്ത്. വളരാൻ ആവശ്യമുള്ളത് വിശപ്പാണ്. വളരാൻ ആഗ്രഹിക്കുന്നൊരു കുഞ്ഞ് ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിക്കാത്ത ഒരു കുഞ്ഞ് വളരുന്നില്ല. അതുകൊണ്ടാണ് മാതാപിതാക്കൾ പാനിക്കാവുന്നത്. സോ നെവർ ബി ഫുൾ, ബി ഹംബിൾ. എല്ലാം തികഞ്ഞു നിറഞ്ഞു എന്നാരും പറയരുത്. എപ്പോഴും വിനയത്തോടുകൂടി ഞാൻ ആയിട്ടില്ല, ആകാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറയണം. പൗലോസ് പറയുന്ന രണ്ട് കാര്യങ്ങൾ. പോൾ ഹാഡ് നോട്ട് യെറ്റ് അറ്റൈൻഡ് ടു തിങ്സ്. രണ്ട് കാര്യങ്ങളുടെ പൂർത്തിയിൽ അദ്ദേഹം എത്തിയില്ലെന്നാണ് പറയുന്നത്. ഒന്ന് പെർഫെക്ഷൻ, രണ്ട് ദ പ്രൈസ്. ഒന്ന്, ഞാൻ ഇതുവരെ പൂർണ്ണനായിട്ടില്ല എന്ന് പൗലോസ് വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നു. The kind of perfection refers to the complete and glorified state. ഇവിടെ പൗലോസ് ഉദ്ദേശിക്കുന്ന പെർഫെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? കുറേ ബൈബിൾ ജ്ഞാനം കിട്ടി, കുറേ ദർശനം കണ്ടു, കുറേ സഭകൾ സ്ഥാപിച്ചു, ഇതൊന്നുമല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഇവിടെ ഉദ്ദേശിക്കുന്ന പെർഫെക്ഷൻ എന്ന് പറയുന്നത് ദ കംപ്ലീറ്റ് ആൻഡ് ഗ്ലോറിഫൈഡ് സ്റ്റേറ്റ്. പൂർണ്ണമായ മഹത്വകരമായ ഒരു അനുഭവത്തിൽ എത്തുന്ന ആ ലെവൽ. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത്, ഇറ്റ് ഡസ് നോട്ട് ഇംപ്ലൈ ദാറ്റ് ഹി വാസ് ലാക്കിംഗ് ഇൻ സ്പിരിച്വൽ എക്സ്പീരിയൻസ്. അതിൻ്റെ അർത്ഥം ആത്മീയമായ ഒട്ടും വളരാത്തൊരു മനുഷ്യനായിരുന്നു താനെന്നൊന്നുമല്ല. ആൻഡ് ദാറ്റ് ഹി വാസ് ഡെഫിഷ്യൻറ്റ് ഇൻ ഗ്രേസ്, അല്ലെങ്കിൽ തനിക്ക് കൃപ കുറവായിരുന്നു എന്നോ ഒന്നുമല്ല അദ്ദേഹം പറഞ്ഞു വരുന്നത്. That the body of sin was still cleaving to him. ഈ റോമാലേഖനത്തിലേക്ക് പറയുന്നൊരു സാധനമുണ്ട്. ഈ പാപശരീരം ഇപ്പോഴും തന്നിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുക. ഈ പാപശരീരം വിടണം, ഈ മോർട്ടൽ ബോഡി വിടണം. That he was yet struggling with his old nature. That he was struggling with the flesh. തൻ്റെ ആ ജഡത്തിൽ ആണ് താൻ ജീവിക്കുന്നത്. അതുകൊണ്ട് ആ ജഡം എപ്പോഴും തനിക്ക് എതിരായി നിൽക്കുകയാണ്. അറിയാലോ, ഈ പൗലോസ് എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ പ്ലാനറ്റ് എർത്തിൽ ജീവിച്ചവരിൽ ഏറ്റവും മഹാനായ ഒരു വ്യക്തിയാണെന്ന് നമുക്ക് പറയാം. അദ്ദേഹം ഇത് പറയുന്നെങ്കിൽ, ഞാൻ ഇതുവരെ പൂർണ്ണനായിട്ടില്ല, അത് പ്രാപിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, പ്രാപിക്കാമോ എന്ന് വെച്ച് അഞ്ഞുകൊണ്ട് ഞാൻ ഓടുകയാണെന്ന് പറയുമ്പോൾ നമ്മുടെ കാര്യം പറയാനുണ്ടോ? അടുത്തതായിട്ട് അദ്ദേഹം നേടിയിട്ടില്ല, നേടാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറയുന്നത് ദ പ്രൈസ്. മെയിൻലി ദ പ്രൈസ് ഹിയർ മീൻസ് റെസറക്ഷൻ. എനിക്ക് ആ ഒരു വലിയ സമ്മാനത്തിന് വേണ്ടി ഞാൻ ഓടുകയാണ്, ലക്ഷ്യത്തിലേക്ക് ഓടുകയാണ്. അതിന് പ്രധാനമായ ഒന്ന് എന്ന് പറയുന്നത് പുനരുത്ഥാനമാണ്, ശരീരത്തിൻ്റെ പുനരുത്ഥാനം. ഇറ്റ് ഓൾസോ മേ മീൻ റിവാർഡ്സ്. കൂടാതെ പ്രതിഫലങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അതും അദ്ദേഹം നോക്കിയാണ്. So this is another way of saying he had not finished his course and was not yet glorified. ചുരുക്കി പറഞ്ഞാൽ തൻ്റെ ഓട്ടം ഓടി പൂർത്തിയാക്കിയിട്ടില്ല, ആ മഹത്വത്തിലേക്ക് അല്ലെങ്കിൽ തേജസ്സിലേക്ക് താൻ എത്തിച്ചേർന്നിട്ടില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതിനിടയ്ക്ക് അദ്ദേഹം പറയുന്നുണ്ട്, ക്രിസ്തുയേശുവിനാൽ താൻ പിടിക്കപ്പെട്ടിരിക്കുന്നു. ക്രൈസ്റ്റ് ജീസസ് ടുക്ക് ഹോൾഡ് ഓഫ് മീ എന്ന് പറയുന്നുണ്ട്. അറിയാമല്ലോ, ദമസ്കോസിലേക്കുള്ള നേർവീതിയിൽ വെച്ചാണ് കർത്താവ് വന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് തന്നെ പിടിച്ചത്. അവിടെ മുതൽ യേശു കർത്താവിൻ്റെ ഗ്രിപ്പിലാണ് പൗലോസ് എന്നാണ് ഈ പറയുന്നത്. കർത്താവ് എന്നെ കയറി പിടിച്ചേക്കുവോ, വിടുന്നില്ല. കർത്താവ് എന്നെ അറസ്റ്റ് ചെയ്തു. പക്ഷെ എനിക്ക് പറയാനുള്ളത്, പൗലോസിന് മാത്രമല്ല, നമ്മളെല്ലാവരെയും കർത്താവ് കയറി അങ്ങ് പിടിച്ചു. വിടാത്തൊരു പിടുത്തമാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, എൻ്റെ അടുക്കൽ നിന്ന് ആരും അവയെ എന്ത് ചെയ്യില്ല, പിടിച്ചു പറിക്കുകയില്ല. നമ്മളായിട്ട് തന്നെ ഓടിക്കളയാം, പക്ഷെ കർത്താവ് നമ്മളെ കയറി പിടിച്ചിരിക്കുകയാണ്. ഇവിടെ പൗലോസ് ഈസ് എ മാൻ ഓൺ എ മിഷൻ. വെറുതെ അങ്ങ് ജീവിക്കുമല്ല,
ഇപ്പോൾ പലരുടെയും ഭാവം കണ്ടിട്ടുണ്ട്. ജോലി ചെയ്ത് റിട്ടയർമെൻ്റൊക്കെ ആയി ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും ബാക്കിയുള്ള മരണം വരെയുള്ള കാലം ഒന്ന് കഴിച്ചു കൂട്ടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയ്യോ ഭാവത്തിലൊക്കെയാണ് ജീവിക്കുന്നത്. പക്ഷെ താൻ അങ്ങനെയല്ല. തനിക്ക് റിട്ടയർമെൻ്റ് ഇല്ല. മാത്രമല്ല താൻ ഈസ് എ മാൻ ഓൺ എ മിഷൻ. ജീവിതകാലം കൊണ്ട് ചെയ്തു തീർക്കേണ്ട ഒരു ദൗത്യമുണ്ട്. അതിനുവേണ്ടി ഓടുന്നത്. നിങ്ങൾക്കൊരു ദൗത്യമുണ്ടോ? ജീവിതത്തിൽ ഇന്നത് ചെയ്തു തീർക്കണം എന്നുള്ള പിടിവാശിയുണ്ട്. പലതും നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യും. കുടുംബ പ്രശ്നങ്ങളായിരിക്കാം, സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കാം, കൂട്ടുകാരായിരിക്കാം, എക്സ് ആയിരിക്കാം, വൈ ആയിരിക്കാം, ആരും ആയിക്കോട്ടെ. എനിക്കെൻ്റെ ലൈഫിൽ ചെയ്ത് പൂർത്തിയാക്കേണ്ട ഒരു മിഷനുണ്ട്. അതിലേക്ക് നാം ഓടണം. അപ്പോൾ അദ്ദേഹം ചെയ്ത പരിപാടി അതിനുവേണ്ടി, അതായത് പൗലോസ് തൻ്റെ ദൗത്യം പൂർത്തിയാക്കാൻ വേണ്ടി താൻ ചെയ്തത്, ഹി നാരോ ഡൗൺ ഹിസ് ഫോക്കസ് ടു ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഹി അവോയ്ഡഡ് ഓൾ ഡിസ്ട്രാക്ഷൻസ്. അദ്ദേഹം പറയുന്നൊരു കാര്യമാണ്, ഈ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് കണ്ടെത്തിയിട്ട് അതിലേക്ക് താൻ ഫോക്കസ് ചെയ്തു. ഡിസ്ട്രാക്ഷനുകളെ അദ്ദേഹം ഒഴിവാക്കുകയാണ്. He found out what obstructed him from achieving his goal. He threw away his past achievements, trophies, etc. താൻ ചെയ്തത് മുമ്പിൽ വെച്ചിരിക്കുന്ന ലക്ഷ്യത്തിലേക്കാണ് താൻ ഓടുന്നത്. അതിനെ ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. ഒന്ന്, തൻ്റെ പാസ്റ്റ് അച്ചീവ്മെൻറ്റ്സ് ആൻഡ് പാസ്റ്റ് ഫെയിലിയേഴ്സ്. നമ്മുടെ പഴയകാലത്തെ വലിയ നേട്ടങ്ങളും കോട്ടങ്ങളും നമുക്കിന്നെതിരായിട്ട് നിൽക്കാം. ഉദാഹരണത്തിന്, ഒരാൾ ഡിഗ്രിക്ക് റാങ്ക് മേടിച്ചു. ആ ഡിഗ്രിക്ക് റാങ്ക് മേടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്ടകാലം മുഴുവൻ വലിയ തലക്കനായിട്ട് ജീവിച്ചിട്ട് കാര്യമുണ്ട്. അത് കഴിഞ്ഞു. അടുത്ത എന്താ? പാസ്റ്റ് അച്ചീവ്മെൻറ്റ്സിൽ നമ്മൾ സ്റ്റക്കാകരുത്. പാസ്റ്റ് ട്രോഫീസിൽ നമ്മൾ സ്റ്റക്കാകരുത്. ഹി ഫിക്സ്ഡ് ഹിസ് ഗോൾ ഇൻ ലൈഫ് ടു ഗെയിൻ ക്രൈസ്റ്റ്. തനിക്ക് ഇത്രയേ ഉള്ളൂ, ക്രിസ്തുവിനെ നേടണം. എങ്ങനെ ഓട്ടം ഓടി പൂർത്തിയാക്കി ക്രിസ്തുവിനെ നേടണം. He knew how to reach the goal by forgetting the past and pressing to the prize. എങ്ങനെയാണ് ഈ ലക്ഷ്യത്തിലേക്ക് ഓടുന്നത്? അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഭൂതകാലത്തെ മറന്ന് മുമ്പിൽ വച്ചിരിക്കുന്ന ആ പ്രൈസ് നോക്കി ലക്ഷ്യത്തിലേക്ക് ഓടുക. അദ്ദേഹം പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റാണ്, വൺ തിങ് ഐ ഡു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഒരു കാര്യം ഞാൻ ചെയ്യുന്നു. അതൊന്ന് ടൈപ്പ് ചെയ്തിടാമോ കമൻറ്റ് സെക്ഷനിൽ? വൺ തിങ് ഐ ഡു. ഞാൻ ഒരു കാര്യം ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം രണ്ട് കാര്യമില്ലെന്ന്. ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് സിംഗിൾ മൈൻഡഡ്നെസ് ഇൻ ലൈഫ്. ജീവിതത്തിൽ ഒരു ലക്ഷ്യം മാത്രം നോക്കി നമ്മൾ ഓടേണ്ടത് ആവശ്യമുണ്ട്. മറ്റു തരത്തിൽ പറഞ്ഞാൽ, വാട്ട് എവർ ഐ ഡു ഈസ് ഫോർ ദിസ് വൺ തിങ്. ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതെല്ലാം ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഈ വൺ തിങ് ഐ ഡു എന്ന് പറയുമ്പോൾ വരെ ഒന്നും ചെയ്യാതെ ഇത് മാത്രം, അതല്ല. എന്ത് ചെയ്താലും അത് ഇതിലേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത്. ഞാൻ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവത്തിൻ്റെ മഹത്വത്തിനെന്ന് പറയുന്നത് പോലെയുള്ളൂ. സാധാരണ പറയുന്നൊരു കാര്യമാണ്, ഇഫ് യു ചേസ് 2 rabbits യു ഗെറ്റ് നൺ. 2 മുയലുകളെ വെടിവെക്കാൻ വേണ്ടി ഓടിച്ചിട്ടാൽ രണ്ടും കിട്ടില്ല. മാർത്തയോട് കർത്താവ് പറഞ്ഞ ഭാഗം ഒരുപക്ഷെ ഓർക്കുന്നുണ്ടായിരിക്കും. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. മാർത്ത ഒന്ന് മതി, ഒരു കാര്യം ചെയ്താൽ മതി. അപ്പോൾ 1 Corinthians 9:24 മുതൽ 27 വരെ വായിക്കുമ്പോൾ, ദിസ് ലൈഫ് ആൻഡ് മിനിസ്ട്രി ഈസ് എ റേസ്. ഇതൊരു ഓട്ടമാണ്. സോ ഐ ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് മൈ ടൈം. സമയം പാഴാക്കാനില്ല, ഓടുകയാണ്. അപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. പൗലോസ് സിംഗിൾ മൈൻഡഡ്നെസ്സോടുകൂടെ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മളവിടെ കാണുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട, യെസ്റ്റർഡേസ് വിക്ടറീസ് വിൽ നോട്ട് ഡു എനി ഗുഡ് ടുഡേ. കഴിഞ്ഞ കാലത്തെ വിജയങ്ങളുടെ ആഫ്റ്റർ ഗ്ലോയിൽ നമ്മൾ ജീവിക്കരുത്. ബട്ട് വി ഹാവ് ടു ഫോക്കസ് ഓൺലി ഓൺ വാട്ട് വി സ്റ്റിൽ ഹാവ് ടു ഡു. ഇനി എന്താ ചെയ്യാനുള്ളത്, അതിലേക്കാണ് നോക്കേണ്ടത്. സോ മെനി പീപ്പിൾ ആർ ബ്ലൈൻഡഡ് ബൈ ദർ പാസ്റ്റ് സക്സസസ്. കഴിഞ്ഞ കാലങ്ങളിലെ വിജയം, ഔദ്യോഗിക കാലത്ത് ഇങ്ങനെയായിരുന്നു, പഠിച്ചിരുന്ന കാലത്ത് ഇങ്ങനെയായിരുന്നു, ബിസിനസ് ചെയ്തിരുന്ന കാലത്ത് ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനാൽ അവർ അന്ധരായി പോവുക, പിന്നൊന്നും ചെയ്യാനില്ലാത്തതുപോലെ ആയിത്തീരുന്നു. നമുക്ക് ആശിഷമാരി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഇതിൽ
ഈ ഒരു പുസ്തകം എത്ര പേരുടെ കയ്യിലുണ്ട്? ഈ ഒരു പുസ്തകം കിട്ടിയിട്ടില്ലാത്തൊരു ആമസോണിൽ നിന്നോ നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ സ്റ്റോറിൽ നിന്ന് ഇത് വാങ്ങുക. ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് വിശദമായിട്ട് ചില അധ്യായങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏശയ്യാവിൻ്റെ പുസ്തകം 43, 18, 19 എഴുതി വെക്കുക. അതിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, പഴയ കാലങ്ങൾ ഓർക്കണ്ട, ഇതാ ഞാൻ പുതിയ ഒരു കാര്യം നിനക്ക് വേണ്ടി ഞാൻ ചെയ്യാൻ പോവുക, അതിനു വേണ്ടി ഓടിക്കോളാൻ കർത്താവ് പറയാം. ഈ ഉൽപ്പത്തി പുസ്തകത്തിലാണ് 41 അധ്യായം 50 മുതൽ 52 വരെ ജോസഫിൻ്റെ കാര്യം പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് ആദ്യം ഒരു മകൻ ജനിച്ചു. ഇത് ഈജിപ്തിലാണ്. ഒത്തിരി കഷ്ടങ്ങൾക്ക് ശേഷം തനിക്കൊരു മകൻ ജനിച്ചു. ആ മകനിട്ട പേരാണ് മനാശെ. മനാശയുടെ അർത്ഥമാണ് ഗോഡ് ഹാസ് മേഡ് മീ ഫോർഗെറ്റ് ഓൾ മൈ ട്രബിൾ. എൻ്റെ ഈ പിതൃഭവനത്തിലെ കഷ്ടകാലങ്ങളെല്ലാം അവൻ മറക്കും. കഴിഞ്ഞ കാലത്തിലെ കഷ്ടങ്ങളെല്ലാം തൻ്റെ ജീവിതത്തിൽ പെയിൻ ഉളവാക്കാത്ത രീതിയിൽ അതിനെ അങ്ങ് ഹീലായി. അടുത്ത മോൻ ജനിച്ചു. ആ മോനിട്ട പേരാണ് എഫ്രായിം. എഫ്രായിമിൻ്റെ അർത്ഥം ഫ്രൂട്ട്ഫുൾനെസ്. അപ്പോൾ കഴിഞ്ഞ നാളുകളെ ഡീൽ ചെയ്യാതെ, പാസ്റ്റ് ലൈഫ് ഡീൽ ചെയ്യാതെ ഒരിക്കലും നമ്മുടെ ലൈഫിൽ ഫ്രൂട്ട്ഫുൾനെസ് ഉണ്ടാകാൻ പോകുന്നില്ല. എഴുതി വെക്കുക, കുറിച്ച് വെക്കുക, കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക. ഭൂതകാലത്തെ അതിജീവിക്കാതെ ഫലപ്രാപ്തി ഉണ്ടാവുകയില്ല. കഴിഞ്ഞ നാളുകളിൽ ഓയ്യോ 21-ാമത്തെ വയസ്സിൽ എൻ്റെ കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ തുടങ്ങിയതാണേ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതകാലം മുഴുവൻ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. അതൊക്കെ വിടുക. ഇപ്പം 42 വയസ്സായോ, 53 വയസ്സായോ, എത്ര വയസ്സായി, അത് കള. മുന്നിലേക്ക് ഓടുക. പരിശുദ്ധാത്മാവിലാണ് ഞാൻ പറയുന്നത്, നിങ്ങളോടാണ് പറയുന്നത്. നിങ്ങൾ മുന്നിലേക്ക് ഓടുക. പിന്നിലേക്ക് തിരിഞ്ഞ് ആർക്കെങ്കിലും ഓടാൻ പറ്റും? ഈ രീതിയിൽ നമുക്ക് എടുത്തു പറയാനാണെങ്കിൽ അനേക ഉദാഹരണങ്ങൾ, ക്യാരക്ടേഴ്സിന് വെച്ച് എനിക്ക് പറയാൻ കഴിയും. പൗലോസിനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ മറന്നു കളയാനുണ്ടായിരുന്നു. കാരണം അദ്ദേഹം മതഭ്രാന്തി പിടിച്ച് നടന്ന കാലത്ത് ദൈവത്തിന് വേണ്ടി എന്ന് വിശ്വസിച്ചുകൊണ്ട്, മതത്തിന് വേണ്ടി എന്ന് വിശ്വസിച്ചുകൊണ്ട്, ശരിയായതെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവസഭയെ പീഡിപ്പിച്ചു. ഒത്തിരി സ്ത്രീകളെയും കുട്ടികളെയും പുരുഷന്മാരെയും ഒക്കെ കൊന്നൊടുക്കാൻ താൻ ഉപകരണമായി തീർന്നു. സ്തെഫാനോസിനെ കൊല്ലുന്നതിൻ്റെ മെയിൻ ഉത്തരവാദി അദ്ദേഹമായിരുന്നു, അറിയാം. അതുകൊണ്ട് ഇതൊക്കെ മറക്കുക എന്ന് പറഞ്ഞാൽ കുറ്റബോധം കൊണ്ട് ജീവിതകാലം മുഴുവൻ അയ്യോ ഞാനിങ്ങനെ ചെയ്തു പോയല്ലോ, എന്നോട് ക്ഷമിക്കണേ, എന്നോട് ക്ഷമിക്കണേ, എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ജീവിത ആയുസ് പോയി. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, പഴയത് മറന്ന്, പഴയത് നല്ലതുകൊണ്ട് പല ആക്യുലൈറ്റ്സും അദ്ദേഹത്തിനുണ്ടായിരുന്നു. നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല സമ്പന്ന കുടുംബമാണ്, ആർക്കുമില്ലാത്ത വേദജ്ഞാനം, ഓറൽ തോറയിൽ പഴയ നിയമത്തിലൊക്കെ തനിക്കുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം അദ്ദേഹം കളഞ്ഞു. എന്നിട്ടാണ് മുന്നിലേക്ക് ഓടുന്നത്. എങ്ങനെയാണ് ഈ ഭൂതകാലത്തെ മറക്കാൻ കഴിയുന്ന പ്രാക്ടിക്കലായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. നമ്പർ 1, ബറിയിങ് ദ പാസ്റ്റ്. അതിനെ അങ്ങ് എങ്ങനെ ശവമടക്കണം, ബറി ചെയ്യണം, കുഴിച്ചു മൂട്ടണം. 2, പ്രസിംഗ് ഓൺ ടുവേർഡ് ദ ഗോൾ. അത് മാത്രം ചെയ്താൽ പോരാ, മുന്നിലുള്ള ലക്ഷ്യത്തിലേക്ക് വേഗത്തിൽ ശക്തമായി ഓടണം. എബ്രായലേഖനം 12:1 എഴുതി വെക്കുക. അവിടെ പറയുന്നുണ്ട്, ആൻഡ് ലെറ്റ്സ് റൺ വിത്ത് പെർസിവിയറൻസ് ദ റേസ് മാർക്ക്ഡ് ഔട്ട് ഫോർ us. അതിനു മുമ്പ് പറയുന്നുണ്ട്, പാപവും ഭാരവും വിട്ട് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടെ ഓടുക. സോ അങ്ങനെ വളരെ ശക്തമായി അദ്ദേഹം ഈ വരികൾ കുറിച്ച് വെച്ചിരിക്കുക. എന്തിനു വേണ്ടി? നമുക്ക് എല്ലാ തലമുറകളിലുമുള്ള നമുക്ക് എല്ലാവർക്കും വേണ്ടി. അദ്ദേഹം പറയുന്നു, ഗോഡ് ഹാസ് കോൾഡ് മീ ഹെവൻവേർഡ്. സ്വർഗത്തെ ഉന്നത വിളി, മുകളിലേക്ക് ഓടി നോക്കി, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് നോക്കി ഓടാനാണ് വിളിച്ചിരിക്കുന്നത്. അവിടെ നമ്മുടെ വിളിയുടെ പ്രത്യേകത 3 അവിടെ പറയും. 3 നമ്മൾ മനസ്സിലാക്കും. 1, ഇറ്റ് ഈസ് എ ഹെവൻലി കോൾ. നമ്പർ 2, ഇറ്റ് ഈസ് എ ഹൈ കോൾ. നമ്പർ 3, ഇറ്റ് ഈസ് എ ഹോളി കോൾ. എഴുതി വെക്കുക. ഹെവൻലി കോൾ ഒരു സ്വർഗീയ വിളിയാണ്. നമ്പർ 2, ഹൈ കോൾ, ഇതൊരു പരമവിളിയാണ്. നമ്പർ 3, അല്ലെങ്കിൽ ഉന്നത വിളിയാണ്. നമ്പർ 3, ഹോളി കോൾ, ഇതൊരു വിശുദ്ധ വിളിയാണ്. ഈ 3 കാര്യങ്ങൾ നമ്മുടെ വിളിയെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടായിരിക്കണം. എന്നിട്ട് പറയാം, ഓൾ ഓഫ് us who are mature should take such a view of things. നമ്മിൽ പക്വതയുള്ളവരൊക്കെ ഇങ്ങനെ ചിന്തിക്കണം അദ്ദേഹം പറയുക. ഇതാണ് സൈൻ ഓഫ് മെച്യൂരിറ്റി. ഞാനൊന്നും ആയിട്ടില്ല, എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ച് ഞാൻ ഓടുന്നതേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. റോമാലേഖനം 12:3
വളരെ പവർഫുൾ ആയിട്ടൊരു വേഴ്സ് ഉണ്ട്. അതിൽ ഇങ്ങനെയാണ് കാണുന്നത്: ഫോർ ബൈ ദ ഗ്രേസ് ഗിവൻ ടു മീ ഐ സേ ടു എവ്രി വൺ ഓഫ് യു, ഡു നോട്ട് തിങ്ക് ഓഫ് യുവർ സെൽഫ് മോർ ഹൈലി ദാൻ യു ഓട്ട്. എല്ലാവരോടും എനിക്ക് ലഭിച്ച കൃപ അനുസരിച്ച് ഞാൻ പറയുകയാണ്. പൗലോസ് പറയുക എന്താണ് പറയുന്നത്? ആരും ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ച് ഉയരരുത്, ബട്ട് റാദർ തിങ്ക് ഓഫ് യുവർ സെൽഫ് with sober judgment in accordance with the faith God has distributed to each of you. ഓരോരുത്തർക്കും വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടത് എങ്ങനെയാണ് അതനുസരിച്ച് ജീവിച്ചാൽ മതി. വാട്ട് ആൻ അഡ്മോണിഷൻ! ഇതിൽ നിന്നും ഒരു ഊർജം കൈക്കൊണ്ട് പഴയതെല്ലാം, ഞാനിത് കാണുന്ന കുഞ്ഞുങ്ങൾ മുതൽ വാർദ്ധക്യത്തിൽ ഉള്ളവർ വരെയുള്ള എല്ലാവരോടും പറയാം, കഴിഞ്ഞതൊക്കെ പോട്ടെ. ചിലത് തോറ്റു, ചിലത് ജയിച്ചു, ചിലത് അമ്പേ പരാജയമായിരുന്നു. നോ മാറ്റർ, മുന്നിലേക്ക് ഓടുക. നമുക്ക് ഒരുമിച്ച് ഈ സമയത്തൊന്ന് പ്രാർത്ഥിച്ചാലോ? കൈനീട്ടാം. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഈ വചനപ്രകാരം മുന്നിലേക്ക്, ലക്ഷ്യത്തിലേക്ക് ഓടാൻ എല്ലാവരെയും അങ്ങ് സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ജനങ്ങളെ അനുഗ്രഹിക്കുന്നു. രോഗികൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ത്രോട്ടിനോട് അനുബന്ധിച്ചുള്ള എന്തൊരു രോഗം, വിവിധ രീതിയിലുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ബ്രസ്റ്റ് ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ നട്ടെല്ല് സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കിഡ്നികൾ സൗഖ്യമാകട്ടെ. നിങ്ങളുടെ രോഗം എന്താണെങ്കിലും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ, ഈ സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട് ചൊറിച്ചിലുകൊണ്ട് ഒരു തരത്തിലും പറ്റില്ല എന്ന് പറയുന്ന രീതിയിൽ ചില വ്യക്തികൾ അനുഭവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ അവരതിൽ നിന്ന് പുറത്തു വരട്ടെ, സൗഖ്യമാകട്ടെ. കൈനീട്ടി പിടിക്കാൻ കർത്താവ് ഏത് വിഷയത്തിലും കർത്താവ് വിടുതൽ കൊടുക്കുന്നതിനായി നന്ദി. ഇൻ ജീസസ് നെയിം, ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.